നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 457. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. നാരായണ 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 നാരായണ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 457. ഇപ്പോൾ സർഗം 210 ഭൂദാനവും ഭൂമിയെ അളക്കലും. അതിൽ 30ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. 29ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. മനസ്സിൽ ചന്ദ്രൻ അംബോജഹസ്തയാം ലക്ഷ്മി മാറിലും കണ്ടത്തിൽ അഖിലം ശബ്ദം കയ്യിൽ ഇന്ദ്രാദിദേവകൾ. മഹാവിഷ്ണുവിൻ്റെ സ്വരൂപത്തെ എങ്ങനെ കണ്ടു എന്ന് മഹാബലി പറയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ മനസ്സിൽ ചന്ദ്രൻ അംബോജഹസ്തയാം ലക്ഷ്മി മാറിലും കണ്ടത്തിൽ അഖിലം ശബ്ദം കയ്യിൽ ഇന്ദ്രാദിദേവകൾ എന്ന് കൊണ്ട് നിർത്തി ഞാൻ. ഇനിയിപ്പോൾ നമുക്ക് 30ാമത്തെ ശ്ലോകം മുതൽക്ക് നോക്കുക. 41ാമത്തെ ശ്ലോകം വരെ ഭഗവാനെ വർണ്ണിക്കലാണ്. അതായത് ഭഗവാൻ എങ്ങനെയാണ് 3 അടി അളന്നതെന്നാണ് ഈ പറയാൻ പോണത്. കർണങ്ങളിൽ ദിക്കുകളും മൂർധാവിൽ സ്വർഗലോകവും കേശങ്ങളിൽ മുകിൽ കൂട്ടം പ്രാണവായുക്കൾ നാസയിൽ. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വിവരണമാണ് ഇവിടെ തരുന്നത്. എല്ലാവരുടെയും സ്ഥിതി തന്നെയാണ്. എൻ്റെയും നിങ്ങളുടെയും കർണങ്ങളിലാണ് ശബ്ദം വന്ന് വീഴുന്നത്. ആ ശബ്ദം വീഴുന്നതിനനുസരിച്ചിട്ടാണ് ഏത് ദിക്കിൽ നിന്നാണ് ശബ്ദം വരുന്നത് എന്ന് മനസ്സിലാവണത്. മൂർധാവിൽ സ്വർഗലോകവും തഥാതൻ പറഞ്ഞിട്ടൊരു ഋഷി ഈ ഉച്ചിയിലിരിക്കുന്നുണ്ടെന്നാണ് സങ്കല്പം. ഞാനും നിങ്ങളും എന്തു പറഞ്ഞു, അപ്പോൾ ആ ഋഷി പറയും തഥാസ്തു. ഞാൻ നല്ലത് വരട്ടെ എന്ന് പറഞ്ഞാൽ തഥാസ്തു എന്ന് പറയും. അത് എനിക്കെന്നെ ബാധകം. ഞാൻ ഒരാൾ നശിക്കട്ടെ എന്ന് പറഞ്ഞാലും തഥാസ്തു എന്ന് പറഞ്ഞാൽ അത് ഞാൻ നശിക്കട്ടെ എന്നായി അതിൻ്റെ അർത്ഥം. ഇത് ബാലപാഠത്തിൽ പഠിച്ചാൽ പിന്നെ നമ്മൾ ഒരിക്കലും വേറൊരാളെ അഭിനന്ദിക്കുക എന്നല്ലാതെ കണ്ട് വേറൊരാളെ ഉപദ്രവിക്കില്ല. കാരണം ഉപദ്രവിച്ചാൽ അത് നമുക്കുള്ളത് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇത് എപ്പോൾ നമ്മൾ മനസ്സിലാക്കണം? 8, 10, 12 വയസ്സിൽ. അതിൻ്റെ മുമ്പായ വളരെ നല്ലത്. അപ്പോൾ കർണങ്ങളിൽ ദിക്കുകളും മൂർധാവിൽ സ്വർഗലോകവും കേശങ്ങളിൽ മുകിൽ കൂട്ടം കാർമേകം പ്രാണവായുക്കൾ നാസയിൽ തൃക്ക്. അതാണല്ലോ നമ്മൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ വന്നിട്ട് ഈ 2 വിരലിങ്ങനെ മൂക്കിലിങ്ങനെ വെച്ച് നോക്കും. മൂക്കിൻ്റെ താഴെ ശ്വാസം വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അവർക്കറിയും, നമുക്കറിയില്ല. അങ്ങനെയാണ് നമ്മൾ പരിഭ്രമിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തൃക്കണ്ണുകളിൽ ആദിത്യൻ. കൃഷ്ണാമണി പിടിച്ച് നോക്കും. നമ്മുടെ ഉള്ളിലുള്ള സൂര്യൻ മറിഞ്ഞോ മറിഞ്ഞില്ല എന്ന് അറിയാനാ. അപ്പം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ സപ്താഹം അല്ലെങ്കിൽ ഈ ഭാഗവതം തെങ്ങിൻ്റെ മുകളിൽ മയക്കി വെച്ച് പറയേണ്ടതല്ല. മുഖാമുഖം ഇരുന്ന് ശ്രോതാക്കളും വക്താവും കൂടിയിട്ടുള്ള ഒരു ആശയവിനിമയമാണ്. ഇതൊക്കെ വ്യക്തിഗതമാണ്, പേഴ്സൺ ടു പേഴ്സണാണ്. അങ്ങനെ പല പേഴ്സൺസ് നന്നാവുമ്പോഴാണ് സമൂഹം നന്നാവുക. അല്ലാണ്ട് സമൂഹത്തിനെ ഒരു ശംഖുതീർത്ഥം തളിച്ച് ശുദ്ധാക്കാനൊന്നും ആർക്കും പറ്റില്ല. അവരവർ നന്നാവണം, അതിന് അവരവർ ഉത്സാഹിക്കണം. അപ്പം തൃക്കണ്ണുകളിൽ ആദിത്യൻ വദനത്തിങ്കൽ വന്യയും. ഒരു തീഷ്ണത മുഖത്തിന്, അതായത് ആ 2 എണ്ണം ഉണ്ട്. തീഷ്ണത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റനിങ് ഓറ, AURA തലയ്ക്ക് വട്ടത്തിലുണ്ടാവും. അതാണ്. അപ്പോൾ വദനത്തിങ്കൽ വന്യയും വാക്കിൽ വേദം. അറിവായിരിക്കണം വാക്കിൽ, വേറൊന്നും പാടില്ല. വരുണൻ ജിഹ്വയിൽ നാവ് വളരുമ്പോൾ ഒരു തുള്ളി തുളസി തീർത്ഥം കിട്ടിയാൽ ഹരേ 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 ഹരി ഓം ഹരേ കൃഷ്ണ എന്ന് പണ്ട് മേലെ പോവാം. ഇല്ലെങ്കിലോ പുനരഭിജനനം പുനരഭിമരണം തന്നെയാണ്. അപ്പോൾ വരുണൻ ജിഹ്വയിൽ പുരികങ്ങളിൽ നാനാവിധി നിഷേധങ്ങൾ. പുരികങ്ങളിൽ
ഈ കണ്ണടിക്കുക എന്ന് പറയില്ലേ, അത് നിഷേധങ്ങളാണ്. നിഷേധങ്ങൾ കോപം നാഥൻ്റെ നെറ്റിയിൽ, കോപം നെറ്റി ചുളിയ എന്ന് പറയും. കോപം നാഥൻ്റെ നെറ്റിയിൽ കൺപോളയിൽ അഹോരാത്രം, കണ്ണ് ചിമ്മി തുറക്കുന്നതിൽ ദിനരാത്രങ്ങൾ വരും. കൺപോളയിൽ അഹോരാത്രം പ്രലോഭനം അധരത്തിലും, അതാണ് ചുണ്ട് കടിക്കരുത് എന്ന് പറയും. എന്താ പ്രലോഭനം, മറ്റുള്ളവരെ പ്രലോഭിക്കലാണ്. വളരെ പോയിന്റ് ബ്ലാങ്ക് ആയിട്ടുള്ള സംസാരമാണ് അത് കേട്ടോ. പ്രലോഭം മദരത്തിലും രേതസ്സിൽ വെള്ളം ത്വക്കിങ്കൽ കാമം, അതാണ് സ്പർശന സുഖത്തിൻ്റെ പിന്നാലെ പോരുതെന്ന് പറയും. ത്വക്കിങ്കൽ കാമം കാൽവെപ്പിൽ യജ്ഞവും, ഓരോ കാൽവെപ്പും യജ്ഞം യാഗങ്ങളായിരിക്കണം. അധർമ്മം പൃഷ്ഠഭാഗത്തിൽ, അതാണ് ഒരാൾ ഊണ് കഴിക്കുമ്പോൾ അന്നം ബ്രഹ്മാണ്. അപ്പോൾ ഫേസ് ടു ഫേസ് ഇരുന്നിട്ടാണ് ഊണ് കഴിക്കുക. അപ്പോൾ ഒരാളുടെ പൃഷ്ഠം നോക്കിയിട്ട് അധർമ്മം നോക്കിയിട്ട് അന്നം കഴിക്കാൻ പാടില്ല. അതാണ് ക്ഷേത്രങ്ങളിൽ ഭഗവാനെ നോക്കിയിട്ട് പുറകോട്ട് നടന്നു വരുന്ന ആൾക്കാരുണ്ട്. എന്താ, ഭഗവാന് പൃഷ്ഠം കാണിക്കാൻ പാടില്ല. ഇതൊക്കെ ഭക്തിയുടെ ചില മാനദണ്ഡങ്ങളാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. അധർമ്മം പൃഷ്ഠഭാഗത്തിൽ ഇളം ചിരിയിൽ മായയും, ഈ പുഞ്ചിരി അതാണ് ഇളം ചിരി, അത് മായയാണ്. അതിലാരും കുടുങ്ങരുത്. പ്രത്യേകിച്ച് നിഴൽ പാടിങ്കലാം മൃത്യു, അതാണ് നിഴൽ നോക്കി നടക്കരുത്, വീഴും എന്ന് പറയും. നിഴൽ പാടിങ്കലാം മൃത്യു. ശങ്കരാചാര്യർ ദി ഗ്രേറ്റ് ഒരു സിനിമയുണ്ട്, അതിലൊക്കെ അതിനെപ്പറ്റി പറയേണ്ടത് ഞാൻ കണ്ടിട്ടില്ല. ഞാനത് സിനിമ കാണാണ്ട് മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. നിഴൽ പാടിങ്കലാം മൃത്യു രോമരാജിയിൽ ഔഷധി, ഭഗവാന്റെ രോമരാജി, രോമങ്ങളൊക്കെ ഔഷധങ്ങളാണ്. അതാണ് ഒരു ആവശ്യമില്ലാതെ കണ്ട് ഒരു മരം, ഒരു ലത അല്ലെങ്കിൽ ഒരു വള്ളീനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പിഴുതെറിയാൻ പാടില്ല. രോമരാജിയിൽ ഔഷധി നദീവർഗം നാഡികളിൽ, ഭഗവാന്റെ നാഡികളാണ് ഈ കാണുന്ന നദികളൊക്കെ, അതൊന്നും നമ്മൾ കേടുവരുത്താൻ പാടില്ല. പാഷാണങ്ങൾ നഖങ്ങളിൽ, പാഷാണം എന്ന് പറഞ്ഞാൽ വിഷം എന്നർത്ഥം. അതാണ് ഈ നഖം കടിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ, അത് വിഷമാണ്. അതാണ് തലയ്ക്ക് മീതെ എന്തെങ്കിലും കുരു വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു പൊള്ളം വന്നിട്ടുണ്ടെങ്കിൽ നഖം കൊണ്ട് അതിനെ ഉപദ്രവിക്കരുത്. അത് വിഷമായാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ജീവഹാനി വരെ വരുന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ നഖം കൊണ്ടാണല്ലോ പിന്നെ ഭഗവാൻ പിന്നെ എന്താ പറയുക, നരഹരിയായിട്ട് പ്രഹ്ലാദൻ്റെ അച്ഛനെ കൊന്നു ഇല്ലേ, അത്ര വിചാരിച്ചാൽ മതി. അപ്പോൾ പാഷാണങ്ങൾ നഖങ്ങളിൽ നാൻമുഖൻ ബുദ്ധിയിൽ, സൃഷ്ടി ബുദ്ധിയിലാണ് എന്നർത്ഥം. പ്രാണങ്ങളിൽ വിണ്ണോർ, ദേവന്മാരാണ് പ്രാണങ്ങളിലെ മുനീന്ദ്രരും. സ്ഥിരം ജംഗമമാം സർവവസ്തുക്കൾ തനുവിങ്കലും, ശരീരത്തിലെ തനു, സർവവസ്തുക്കൾ തനുവിങ്കലും കണ്ടു തന്നെ ഭയപ്പെട്ടു ദൈത്യദാനവരെ വരും. ഭഗവാന്റെ ഈ രൂപം കണ്ടപ്പോൾ വിറയ്ക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ദൈത്യദാനവരെ വരും. ഇടിയൊച്ചയഴും ശാർഗം ഭയങ്കര സുദർശനം, ശാർഗം എന്നുള്ള വില്ലിൽ നിന്നുണ്ടാകുന്ന ധങ്കാരം, അതേമാതിരി സുദർശനത്തിൽ നിന്ന് ഇടിവെട്ട് പോലെയുള്ള രശ്മികൾ, മുഴങ്ങിടും പാഞ്ചജന്യം, ഭയങ്കര സുദർശനം മുഴങ്ങിടും പാഞ്ചജന്യം. അതായത് രാക്ഷസീയ ദാനവ സ്ത്രീകൾ പ്രസവിച്ചു അല്ലെങ്കിൽ സ്രവിച്ചു, പിന്നെ വയറ്റിൽ ഉള്ള ദൈത്യന്മാരെ സ്രവിച്ചു, പിന്നെ എന്താണെന്ന് പറയുക, അലസി എന്നൊക്കെ പറയും. അപ്പോൾ പറഞ്ഞു ഇടിയച്ചേഴും ശാർഗം ഭയങ്കര സുദർശനം മുഴങ്ങിടും പാഞ്ചജന്യം കണ്ടാൽ പേടി വരും ഗദ. ഭഗവാന്റെ കൗമോദകി എന്നുള്ള ആ ഗദ കണ്ടാൽ ഭയം വരും. തൂണീരം അക്ഷയം, അതായത് അമ്പ ഒടുങ്ങാത്ത തൂണീരം, അതായത് പുറമെ ഉള്ളത്. തൂണീരം അക്ഷയം വിദ്യാധരാഖ്യം, വിദ്യാധര എന്നുള്ള പേരുള്ളതാണ് ഭഗവാന്റെ കരവാള്, കയ്യിലുള്ള വാള്, അസി എന്ന് പറയും. സുനന്ദ മുഖ്യരാം പാർഷദന്മാരും ലോകപാലരും, സുനന്ദ മുഖ്യന്മാർ,
ആയിട്ടുള്ള ഭഗവാന്റെ പാർഷദന്മാർ, ലോകപാലകന്മാർ ഭക്തിപൂർവം ഉപാസിക്കുകയാം തൊഴുത് അതാതിടം. ഓരോ സ്ഥലത്തും തൊഴുതുകൊണ്ടിരിക്കുകയാണ് അവർ ഭഗവാനെ സ്തുതിച്ചും കൊണ്ട്. ശ്രീവത്സ ഹാര കേയൂര കിരീടഘടകാദികൾ. ശ്രീവത്സം എന്ന് പറയുന്ന മറുക, ശ്രീവത്സം ഹാര മാലയോട് കൂടിയിട്ട്, കേയൂരം കിരീടകാദികൾ, തോൾവള, പിന്നെ അതേമാതിരിയുള്ള അംഗപ്രത്യംഗങ്ങളിലുള്ള ആഭൂഷണങ്ങൾ, കിരീടഘടകാദികൾ അണിഞ്ഞ് അത്ഭുതമാം മട്ടിൽ വിലസും വനജേക്ഷണൻ. താമരക്കണ്ണൻ ഒരേ കാലടിയാൽ ഊഴി, ഒരു കാലടി കൊണ്ട് ഭൂമിയെ കളന്നു, കൈകളാൽ ദിക്കു സർവവും സഹസ്ര 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 ശീർഷ, സഹസ്രപാദങ്ങൾ, സഹസ്ര പിന്നെ കൈകൾ, സഹസ്ര പിന്നെ ചെവികൾ, സഹസ്ര കണ്ണുകൾ, എല്ലാം സഹസ്ര എന്ന് പറഞ്ഞാൽ 999 കണ്ടിട്ടുള്ളതല്ല, ഇൻന്യൂമറബിൾ എന്ന് അർത്ഥം പറയണം. എണ്ണിയാൽ ഒതുങ്ങാത്തത് എന്ന 1000 എന്നുള്ളതിന് അവിടെ അർത്ഥം പറയാം. അതുകൊണ്ടാണ് ഒരേ കാലടിയാൽ ഊഴി, കൈകളാൽ ദിക്കു സർവവും, ആകാശമെങ്ങും ദേഹത്താൽ നിറഞ്ഞാൻ ഒരു വിക്രമൻ. ആ വാമന പിന്നെ വടുരൂപിയായിട്ടുള്ള ബ്രാഹ്മണകുമാരൻ ലോകം മുഴുവൻ നിറഞ്ഞു. സ്വർഗം മുതൽക്കങ്ങിനെ സത്യലോകം വരയ്ക്കും രണ്ടാമടിയാൽ കഴിഞ്ഞു. സ്വർഗം എല്ലാം സ്വർഗം മുതൽക്ക് അങ്ങ് സത്യലോകം വരയ്ക്ക് രണ്ടാമടിയാൽ കഴിഞ്ഞു. മേൽപോട്ട് പൊങ്ങിച്ചതു വെപ്പതെന്നു ബലിക്കു നൽകാനിടമില്ലൊരേടം. അതായത് മഹാബലിയുടെ അധീനത്തിലുള്ള സർവ സ്ഥലങ്ങളും കഴിഞ്ഞു. ഇനി 3ാമത്തെ അടി വയ്ക്കണം. അപ്പോഴേക്കും അളവ് കഴിഞ്ഞു. അപ്പോൾ ആ സർഗം കഴിഞ്ഞു. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ വിഭൂതേ കാണ്ഡേ ദശാധികദ്വിശതമ സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അത് കഴിഞ്ഞ് 211ാമത്തെ സർഗം ബലിബന്ധനം. ഭഗവാൻ നാഗപാശങ്ങളെ കൊണ്ട് ബലിയെ ബന്ധിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തന്നാടും നാടും മിന്നിച്ച് അണയും മുകന്ധൻ നഗേന്ദുശീത പ്രഭയൊട്ടു കാൺകേ. തന്നാട് മിന്നിച്ചണയും മുകുന്ദ നഗേന്ദു. ഭഗവാന്റെ തിരുവിരലുകളിൽ നിന്നുണ്ടാവുന്ന മിന്നിച്ച സുശീതളമായ മുഴുചന്ദ്രനെ പോലെയുള്ള തന്നാടും മിന്നിച്ചണയും മുകുന്ദ നഖേന്ദു. നഖങ്ങളിൽ പൂർണ്ണചന്ദ്രനെ വെല്ലുന്ന പ്രഭയോടുകൂടി ശീതപ്രഭയൊട്ടു കാൺകേ. എന്തിനാണ് അച്ഛനമ്മമാരുടെ കാല് തൊട്ട് തലയിൽ വയ്ക്കണത് എന്ന് ചോദിച്ചാൽ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്ന സംസ്കാരം കൊണ്ട് ആ ഭഗവാന്റെ കാലിലുള്ള നഖങ്ങളിൽ നിന്നുണ്ടാവുന്ന സുശീതളമായിട്ടുള്ള പൂർണ്ണചന്ദ്രനെ വെല്ലുന്ന അവസ്ഥയാണ് കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ കാല് തൊട്ട് തലയിൽ വെക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. അത് സമ്പാദിച്ച് വെച്ചിട്ടുള്ള അച്ഛനാണെങ്കിലും അല്ലെങ്കിലും ശരി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈശ്വരനെ കാണാൻ പറ്റില്ല. അപ്പോൾ പ്രത്യക്ഷത്തിൽ കാണാവുന്ന 3 ദേവന്മാരാണ്. ഒന്ന് അമ്മ, ഒന്ന് അച്ഛൻ, ഒന്ന് ഗുരു. മനസ്സിലായില്ലേ? അപ്പോൾ നഖേന്ദുശീതപ്രഭയൊട്ടു കാൺകേ അജൻ, അതായത് ബ്രഹ്മാവ്, മരീചാദ്യ മഹർഷിമാരൊത്തുടൻ ഘനശ്യാമനെ വീണുകൂപ്പി എല്ലാവരും കൂടിയിട്ട് ഭഗവാനെ അങ്ങോട്ട് നിവർന്ന് നമസ്കരിച്ച് തൊഴുതു. വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണയോഗജ്ഞാനാദിയാൽ പാപമകന്ന പേറുകൾ. 4-5 കാര്യം പറഞ്ഞു അവിടെ. വേദങ്ങളെ കൊണ്ട്, ഉപനിഷത്തുകളെ കൊണ്ട്, ഇതിഹാസങ്ങളെ കൊണ്ട്, പുരാണങ്ങളെ കൊണ്ട് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പാപങ്ങളെ കഴുകിക്കളയാൻ പറ്റും. വേദ ഇതിഹാസങ്ങൾ, പുരാണയോഗജ്ഞാനാദിയാൽ പാപമകന്ന പേറുകൾ. മുനീശ്വരന്മാരെ ഭക്ത്യധിയാം സാധന ചെയ്ത് ജന്മസാഫല്യമാർജിച്ച മഹാശയന്മാർ. ലൗകികത ഒട്ടും തീണ്ടാതെ കണ്ട് 100-ന് 110% ആധ്യാത്മികമായിട്ട് സാഫല്യമാർജിച്ച മഹാശയന്മാർ. ഭക്ത്യാദിയാം സാധന ചെയ്ത്, ഭക്തിയോഗമാകുന്ന സാധനകൾ ചെയ്ത് ജന്മസാഫല്യം ആർജിച്ചവര്.
പാരിൻ്റെ വേണ്ടാത്ത വിചാരമറ്റു വിശുദ്ധധാരയേറെ വിളങ്ങിയോറുകൾ. പോരാ, കുറച്ചുകൂടി വിശേഷണങ്ങൾ പറയാമെന്ന് പറയാണ്. പാരിൻ്റെ, അതായത് ഈ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ വേണ്ടാത്ത വിചാരമറ്റ വിശുദ്ധരായോർ ഏറെ വിളങ്ങിയോറുകൾ പിന്നാലെ വന്നിച്ചു നമസ്കരിച്ചു കണ്ണീരിയെന്നങ്ങനെ നോക്കി നിൽക്കേ. ആനന്ദ കണ്ണീര് വിട്ടുകൊണ്ട് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിർനിമേഷന്മാരായിട്ട്. ബ്രഹ്മാവുടൻ തന്നെ ഉരുക്രമൻ്റെ പൊങ്ങിച്ച തൃക്കാൽ കഴുകിച്ച വണ്ണം. സത്യലോകത്ത് താമരയിൽ ഇരിക്കുന്ന ആ ബ്രഹ്മാവ് തൻ്റെ ലോകത്തിലേക്ക് ഭഗവാന്റെ പെരുവിരലിൻ്റെ നഖശോഭ കണ്ടപ്പോൾ മനസ്സിലായി എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണത്. അവ ഉടനെ തൻ്റെ കമണ്ടലൂരിലുള്ള ജലം കൊണ്ട് ആ പാദങ്ങളെ ബ്രഹ്മാവ് കഴുകി. അതാണ് ആകാശഗംഗയായിട്ട് ഭൂമിയിലേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് പറയണത്. ബ്രഹ്മാവുടൻ തന്നെ ഉരുക്രമൻ്റെ പൊങ്ങിച്ച തൃക്കാൽ കഴുകിച്ച വണ്ണം സ്തുതിച്ചു തന്നെ അഭിസരോരുഹത്തിൽ നിന്നാം പിറന്നുള്ളതാൻ. അതോർപ്പവൻ മഹാവിഷ്ണുവിൻ്റെ നാഭിപങ്കജത്തിൽ നിന്ന് ഇരിക്കുന്ന ബ്രഹ്മാവ് എൻ്റെ ഭഗവാന്റെ തൃപ്പാദങ്ങളാണല്ലോ എൻ്റെ മുമ്പിൽ കാണണത് എന്ന വിചാരധാരയിൽ കൂടെ തൻ്റെ കമണ്ടലുള്ള ശുദ്ധോദകം കൊണ്ട് പാദപ്രക്ഷാളനം ചെയ്തു. ഓർപ്പവൻ അന്നാൾ വിരിഞ്ചൻ കഴുകിച്ച വിഷ്ണുപാദോദകം വിണ്ണതിയായി വിളങ്ങി ആകാശഗംഗയായിട്ട് വളർന്നു. മുപ്പാരിനും പാപമകറ്റിയെന്നും ശോഭിച്ചിടും ശ്രീഹരി കീർത്തി പോലെ. സാക്ഷാൽ ശ്രീഹരിയുടെ കീർത്തി എങ്ങനെ ശോഭിക്കുന്നുവോ അതേപോലെ ഭഗവാന്റെ തൃപ്പാദങ്ങളെ പ്രക്ഷാളനം ചെയ്തിട്ടുള്ള ബ്രഹ്മാവിൻ്റെ കമണ്ടലുവിൽ നിന്നുള്ള ആ ശുദ്ധോദകം ആകാശഗംഗയായിട്ട് തീർന്നു. വമ്പിച്ചതാം രൂപം അതൊന്നൊതുക്കി വിശ്വേശ്വരൻ മുൻനിലയാർന്നു കാണേ. ഇനി ആരും ഭയന്നിട്ട് നിർജീവന്മാരാവാൻ പാടില്ല, ജീവൻ പോവാൻ പാടില്ല. അപ്പോൾ വമ്പിച്ചതാം രൂപം അതൊന്നൊതുക്കി വിശ്വേശ്വരൻ മുൻനിലയാർന്ന് കാണെ. സന്തുഷ്ടരായവരും അർഘ്യഭാദ്യ പൂജാദിയാലുത്സവമേറ്റിമന്നിൽ ഭൂമിയിൽ എല്ലാവരും, അതായത് ബോധമുള്ളവരൊക്കെ ഭഗവാനെ സേവിച്ച് ഉത്സാഹിച്ചും കൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി. എങ്ങനെ? സധൂവ, ധൂപത്തോടുകൂടി, ദീപ, ജല, ഗന്ധ, പുഷ്പ, സ്രഗ്, അക്ഷതം. അപ്പോൾ ഒരു പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ധൂപം, ദീപം, ജലം, ഗന്ധം, പുഷ്പം, അക്ഷതം, ദുർവയവാങ്കരങ്ങൾ, അതായത് പിന്നെ ദർഭപ്പുല്ല് ഇത്യാദികൾ, കറുക മുതലായിട്ടുള്ളതൊക്കെ. എങ്ങും ജയാരവ പുരാണ നാമഘോഷം പലേ പുണ്യകഥാപ്രസംഗം. എങ്ങും ജയ ജയ, വിഷ്ണു ജയ ജയ, വിഷ്ണു നമോ നമ, ഇങ്ങനെയൊക്കെ മന്ത്രങ്ങൾ. എങ്ങനെ? എങ്ങും ജയാരവ പുരാണനാമഘോഷം. പുരാണങ്ങളിൽ എങ്ങനെയൊക്കെയാണ് വ്യാസരും തുഞ്ചത്തെഴുത്തച്ഛനും അല്ലേ പ്രകീർത്തിച്ചിട്ടുള്ളത്. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? മൂലത്തിലും കിളിപ്പാട്ടിലും നിങ്ങൾക്ക് അർത്ഥമെടുത്താൽ മതി, വേറൊന്നുമില്ല കേട്ടോ. അപ്പോൾ സധൂപദീപജലകന്ധ പുഷ്പസ്രഗക്ഷതം ദുർവയവാങ്കരങ്ങൾ എങ്ങും ജയാരാവ പുരാണ നാമഘോഷം പലേ പുണ്യകഥാപ്രസംഗം. ഇതൊക്കെയും കേട്ടെഴുന്നേറ്റു ജാമ്പവാനാം കപിശ്രേഷ്ഠനുടൻ മുഴക്കി. രാമായണകാലത്തുള്ള ജാമ്പവാൻ ഇതൊക്കെയും കേട്ടെഴുന്നേറ്റ് ജാമ്പവാനാം കപിശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഋക്ഷകുലജാതനാണ്, കരടി വർഗത്തിലാണ്. പക്ഷെ അതൊക്കെ വാനരന്മാരിൽ, അതായത് മരത്തിൽ നിന്ന് ചാടി പോകുന്നവരെന്ന് അങ്ങനെ പറയാം. നരൻ, വാനിലെ നരൻ എന്നർത്ഥം. ആകാശത്തു കൂടെ ചാടി നടക്കണമെന്നവരെന്ന് അർത്ഥം പറയണം കേട്ടോ. അപ്പോൾ അവിടെ ഒരു കോമൺ പേരാണത്. അതുകൊണ്ടാണ് കേട്ടെഴുന്നേറ്റു ജാമ്പവാനാം കവിശ്രേഷ്ഠനുടൻ മുഴക്കി ഭേരീരവം, അതായത് ദേവലോകത്തുള്ള പെരുമ്പറ. വാമനമൂർത്തിയെങ്ങും ജയിച്ചു തോറ്റാൻ ബലിയെന്നുറക്കെ മുഴക്കിക്കൊണ്ട് ഈ പെരുമ്പറ അടിച്ച് 21 വട്ടം ഭൂമിക്ക് പ്രദക്ഷിണം വെച്ചു എന്നാണ് കഥ പറഞ്ഞത്.
ദൈത്യേന്ദ്രർ കൈ പൊക്കി വിളിച്ചുരച്ചു നമ്മൾ കെഴും ഭൂമി അളന്നു സർവം. ദൈത്യേന്ദ്രർ കൈ പൊക്കി വിളിച്ചുരച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. നമ്മൾ കെഴും ഭൂമി അളന്നു സർവം, തോൽപ്പിച്ചൊരീ വഞ്ചകനോടെതിർക്കാതാവില്ല പോരിന്നു തുനിഞ്ഞുകൊള്ളുവിൻ. നമ്മളെ വഞ്ചിച്ചിട്ടുള്ള ഈ ഉരുക്രമനെ വകവരുത്താൻ നമ്മളിപ്പോൾ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചു നോക്കണം. അപ്പോൾ അവരെ പ്രഥമ ദൃഷ്ട്യ ഭഗവാന്റെ വിരാട സ്വരൂപം കണ്ടിട്ടും ഇയാളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം അറിഞ്ഞിട്ടും, അതാണ് ദൈത്യേന്ദ്രർ കൈപ്പൊക്കി വിളിച്ചുരച്ചു നമ്മൾ കെഴും ഭൂമി അളന്നു സർവം, തോൽപ്പിച്ചൊരീ വഞ്ചകനോടെതിർക്കാതാവില്ല പോരിന്നു തുനിഞ്ഞുകൊള്ളുവിൻ. ഈ വാമനൻ ബ്രാഹ്മണൻ ആര് ചൊല്ലി കള്ളം പറഞ്ഞോനമരർക്കു വേണ്ടി, ദേവന്മാർക്ക് വേണ്ടി നുണ പറഞ്ഞ് നമ്മളെ ചതിക്കുക ചെയ്തത് എന്നാണ് അവരുടെ പ്രസ്താവന ഉണ്ടായത്. അപ്പോൾ ഈ വാമനൻ ബ്രാഹ്മണൻ ആര് ചൊല്ലി കള്ളം പറഞ്ഞോൻ അമരർക്കു വേണ്ടി, മായാവി യജ്ഞാവസരത്തിലല്ലീ ഞൊടിക്കകം താപ്പതു മാറ്റുകള്ളൻ. ഞൊടിക്കകം താപ്പതു മാറ്റുകള്ളൻ അല്ലേ? താപ്പത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൻ്റെ രൂപം മാറ്റിയതേ. മായാവി യജ്ഞാവസരത്തിലല്ലീ ഞൊടിക്കകം താപ്പതു മാറ്റി, അകം താപ്പതു മാറ്റികള്ളൻ. യജ്ഞത്തിൽ ആരോടും ഒരപ്രിയാതി ചൊല്ലാത്തൊരാവന്ധ്യന ഇപ്രകാരം. യജ്ഞത്തിൽ യാഗത്തിൽ ഒരാളോടും ഒരു തരത്തിലുള്ള അപ്രിയങ്ങളും പറയാതെ കണ്ടിരുന്നിട്ടുള്ള മഹാബലിനെ ഇങ്ങനെ ചതിക്കാൻ പറ്റുമോ പാടുമോ എന്നാണ് ചോദ്യം ഉണ്ടായത്. അപ്പോൾ യജ്ഞത്തിൽ ആരോടും ഒരപ്രിയാതി ചൊല്ലാത്തൊരാ വന്ധ്യനെ ഇപ്രകാരം യാചിച്ചു തോൽപ്പിച്ച മഹാകഠോരനാം ആ മട്ടിരപ്പാളിയെ വിട്ടിടാമോ? അതുകൊണ്ടാണ് അവർക്ക് ദൈത്യന്മാരെ എന്നുള്ള പേര് വന്നത്. ഈശ്വരൻ്റെ മഹിമകളെ വർണ്ണിക്കുന്നതിന് പകരം ഈശ്വരനെ ഒരു എരപ്പാളിയാക്കി ചിത്രീകരിക്കാൻ മാത്രം കുബുദ്ധിയുള്ള ദൈത്യയന്മാർക്ക് പിന്നെ നാശമില്ലാണ്ട് എന്താ ഉണ്ടാവുക? ഇതൊക്കെ ഇന്നും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ഇന്നും പ്രസക്തം എന്ന് പറയാൻ കാരണം എന്താ? ആരൊക്കെയാണ് ഈശ്വരനെ നിന്ദിക്കണത് അവരൊക്കെ ഈ കൂട്ടത്തിൽ വരും. അപ്പോൾ യാചിച്ചു തോൽപ്പിച്ച മഹാകഠോരനാമട്ടിരപ്പാളിയെ വിട്ടിടാമോ? ഗുരുത്തമൻ ചൊല്ലുകിലും മഹാനാം സത്യവ്രതൻ നോതുക വയ്യ കള്ളം ബ്രഹ്മണ്യനാം ദീക്ഷിതനാം വിശേഷിച്ചാരോടുമെന്നും ദയതിങ്ങിടുന്നു അല്ലേ? ആരാണ് ഇയാളുടെ ഗുണം? മഹാബലിയുടെ ഗുണമാണ് പറഞ്ഞത്. ഗുരുത്തമൻ ചൊല്ലുകിലും മഹാബലിയുടെ ഗുരു ആയിരിക്കുന്ന എന്താ പറയുക ശുക്രാചാര്യർ പറഞ്ഞിട്ടും മഹാനാം സത്യവ്രതൻ ബലി സത്യവ്രതനാണ്, ഓതുക വയ്യ കള്ളം നുണ പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ ബ്രഹ്മണ്യനാം ദീക്ഷിതനാം വിശേഷിച്ച് ദീക്ഷ വരച്ചിട്ടുണ്ട്, കൊടുക്കാമെന്ന് സത്യം ചെയ്തുല്ലോ. വിശേഷിച്ചാരോടുമെന്നും ദയതിങ്ങിടുന്നോൻ ഇതൊക്കെ ഓർത്തിയിടുകിൽ നമ്മെ വഞ്ചിപ്പതിന് വന്നോനെ വധിച്ചിടേണം. അതുകൊണ്ട് നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി വിഷം കെട്ടി വന്നിട്ടുള്ള ഇയാളെ കൊല്ലണം എന്നാണ് ആർപ്പ് വിളിച്ചത്. ഹിതം വ്രതസ്ഥനും അതെന്നു ചൊല്ലി മുതിർന്നു യുദ്ധത്തിനു സർവ്വപേരും. അതായത് മഹാബലിക്ക് ഇത് തന്നെയാണ് ഉചിതം എന്ന്. ഹിതം വ്രതസ്ഥന്, വ്രതത്തിലിരിക്കുന്ന മഹാബലിക്ക് ഹിതം ഇത് തന്നെ എന്ന് ചൊല്ലി മുതിർന്നു യുദ്ധത്തിനു സർവ്വപേരും. ഉടൻ തടഞ്ഞാൻ ബലി തെല്ലുപോലും കേൾക്കാതെ യാതനാപരമാകമാനം കേൾക്കാതെ ആ ദാനവണ്ണ അവർ കൂട്ടക്ഷരായി പോയി. ഉടൻ തടഞ്ഞാർ ബലി തെല്ലുപോലും കേൾക്കാതെ ആ ദാനവരാഗമാനം കോപിച്ചു കുന്തം വടിവാളുമായിട്ട് ഇറങ്ങിനാർ വഞ്ചകനെ തുരത്താൻ. അതായത് ബലി പറഞ്ഞിട്ടും കൂട്ടാക്കണില്ല. ഓർക്കാതെ യുദ്ധത്തിനണഞ്ഞ ദൈത്യവർഗത്തിനെ കണ്ടുടൻ ഒന്നു നോക്കി പൊട്ടിച്ചിരിച്ചൊന്നിനെ അങ്ങോടുപ്പാൻ തടഞ്ഞ അശീലമുരാരി സൈന്യം. മുരൻ എന്ന അസുരൻ്റെ ശത്രു ആരെ? ശ്രീകൃഷ്ണൻ.
അല്ലെങ്കിൽ വിഷ്ണു മുരാരി. ഓർക്കാതെ യുദ്ധത്തിനണഞ്ഞ ദൈത്യവർഗത്തിനെ കണ്ടുടൻ ഒന്നു നോക്കി, പൊട്ടിച്ചിരിച്ചൊന്നിനെ അങ്ങടുപ്പാൻ തടഞ്ഞ ആ ശീല മുരാരി സൈന്യം അവിടെ തടഞ്ഞയച്ചീല. അതായത് തടഞ്ഞു, ദേവന്മാരുടെ അടുത്തേക്ക് വരാൻ സമ്മതിച്ചില്ല. ആരെ? ഭഗവാൻ. നന്ദൻ സുനന്ദൻ കുമുദൻ ജയൻ തൊട്ടുള്ളോറുകൾ 10,000 ആനയേക്കാൾ ബലിഷ്ഠർ കൊല്ലുന്നതു കണ്ടു ശുക്രശാപത്തെ ഓർക്കും ബലി ചൊല്ലിയമ്പാൽ. അവിടെയാണ് നന്ദൻ സുനന്ദൻ കുമുദൻ ജയൻ തൊട്ടുള്ളോറുകൾ 10,000 ആനയേക്കാൾ ബലിഷ്ഠർ തൻ്റെ സേനാംഗങ്ങളെ കൊല്ലുന്നത് കണ്ട് ശുക്രശാപത്തെ ഓർക്കും ബലി ചൊല്ലി അമ്പാൽ. സ്നേഹം കൊണ്ട് ഹേ വിപ്രചിത്തേ മതിയാക്കുകപ്പോൾ, മതി ഇവരോട് ഇനി യുദ്ധത്തിന് പോരുതെന്നാണ്. ഹേ വിപ്രചിത്തേ മതിയാക്കുകപ്പോൾ നേമി നമുക്കിന്നിതു കാലദോഷം യുദ്ധം തുടർന്നെങ്കിൽ ഏതുമട്ടും രാഹോ ജയിക്കില്ലതുറച്ചുകൊള്ളുവിൻ. അതാണ് സർവജ്ഞനാണ് ബലി അല്ലേ, കാലദോഷങ്ങളെപ്പറ്റി വിവരമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഹേ വിപ്രചിത്തേ മതിയാക്കുക ഇപ്പോൾ, നേമേ നമുക്കിന്നിതു കാലദോഷം യുദ്ധം തുടർന്നിടുകിൽ ഏതുമട്ടും രാഹോ ജയിക്കില്ലിതുറച്ചുകൊള്ളുവിൻ. ഏവർക്കും എന്നും സുഖദുഃഖഹേതു. ഇതാണ് ഗുണപാഠം. ഏവർക്കും എന്നും സുഖദുഃഖഹേതു. കാലം പോസിറ്റീവായാൽ ഗുണം, കാലം നെഗറ്റീവായാൽ ദോഷം. അപ്പം എന്ത് വേണം? കാലത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന കാലാഹി എന്ന ഭഗവാനെ, വിഷ്ണുവിനെ നമ്മൾ നാമസ്മരണകളെ കൊണ്ട് സന്തോഷിപ്പിക്കുക, തുഷ്ടി ഉണ്ടാക്കുക. യാദേവി സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിതാണ്. അപ്പോൾ തുഷ്ടിയായിട്ടിരിക്കും ഭഗവാന്റെ തുഷ്ടി ഉണ്ടായാൽ നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞു, കാലം ഗതിക്കുന്നു മഹാജനങ്ങൾ അതോർത്തടങ്ങിയിടുക, പൗരുഷം കൊണ്ടത് ക്രമിച്ചിടുക വയ്യൊരാൾക്കും. ഇത് 8, 10, 12 വയസ്സിൽ നമ്മൾ പഠിക്കണം. പൗരുഷം കൊണ്ട് ഈശ്വരനെ ജയിക്കാൻ പറ്റില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയെയോ ജയിച്ചു എന്ന് വരാം, പക്ഷേ ഇത് രണ്ടും ശാശ്വതമല്ല. ഈശ്വരാധീനം. കാലം ഈശ്വരൻ്റെ അധീനത്തിലാണ്. അപ്പോൾ ഈശ്വരന് നമ്മൾ അധീനന്മാരായാൽ നമ്മൾക്ക് കാലത്തിനെ ഭയപ്പെടേണ്ട ആവശ്യം വരില്ല. വിണ്ണോരയോടിച്ച വിധം ജയത്തെ നമുക്ക് അലിഞ്ഞേകിയ ദേവനാരോ അല്ലേ. ഒരു കാലത്ത് ദേവന്മാരെ നമ്മൾക്ക് തോൽപ്പിക്കാൻ സാധിച്ച് ദയത്തെ തന്നിട്ടുള്ള ആ ഈശ്വരൻ ആരാണോ, ആ ഈശ്വരനാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലെ ദേവന്മാർക്ക് ജയം ഓതുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ആ ഭഗവാന് അധീനന്മാരായിട്ട് മിണ്ടാതെണ്ടിരിക്കുക. വിണ്ണോരെ ഓടിച്ച വിധം ജയത്തെ നമുക്ക് അലിഞ്ഞേകിയ ദേവനാരോ, അതേ മഹാനാം ഭഗവാനിതാ വന്ന് എതിർത്തു നിന്നിടുകയാണ് ഈ വണ്ണം. ഈ മഹാബലിയുടെ വാക്കുകൾ ആരാണ് സശ്രദ്ധം മനസ്സിരുത്തി കേട്ട് ജീവിക്കണത്, അവർക്ക് ജീവിതപരാജയം ഉണ്ടാവില്ല. മഹാബലി ഒരാൾ, പിന്നെ ഒരാൾ ധ്രുവൻ, ഇങ്ങനെ പിന്നെ അതേമാതിരി പ്രഹ്ലാദൻ. ഈ 2-3 ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതേ മഹാനാം ഭഗവാനിതാ വന്നെതിർത്തു നിന്നിടുകയാണ് ഈ വണ്ണം എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം, സന്ധ്യാസമയമായി. എനിക്കും വിളക്ക് വയ്ക്കണം. ഇന്നലെ വേറെ ചില സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് യൂട്യൂബ് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് കഴിയുന്നിടത്തോളം മഴക്കാലമായാൽ സമയം നോക്കി 2 എണ്ണം പറഞ്ഞിട്ട് ഇത് കഴിക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം. നാളെ കാണാം.